ഹായ്, എൻ്റെ പേര് വിസ്മയ. ഞാൻ ആര്യൻ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റായി വർക്ക് ചെയ്യുന്നു. സ്ട്രോക്ക് ബാധിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്നു. ഇത്തരം രോഗികളുടെ ചലനശേഷിയും മസിൽ പവറും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫെസിലിറ്റേഷൻ ടെക്നിക്കുകളെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി റൂട്ട്സ് അപ്രോച്ചിൽ ക്വിക്ക് ഐസിംഗ്, ഫാസ്റ്റ് ബ്രഷിംഗ്, ക്വിക്ക് സ്ട്രെച്ച്, ജോയിന്റ് അപ്രോക്സിമേഷൻ, ടാപ്പിംഗ് തുടങ്ങിയ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നു. ഇതുകൂടാതെ മസിൽ പവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ യൂസ് ചെയ്യുന്നു. ഇത്തരം ഫെസിലിറ്റേഷൻ ടെക്നിക്കുകൾ വഴി കൈകാലുകളുടെ നഷ്ടപ്പെട്ട മസിൽ പവർ തിരിച്ചെടുക്കുന്നതിനും അവരെ പഴയ സ്ഥിതിയിലേക്ക് ആക്കുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.